സിനിമാ സമരം നടത്താനുള്ള നിർമ്മാതാക്കളുടെ നീക്കത്തിന് അമ്മ സംഘടനയുടെ പിന്തുണയില്ല. പ്രതിഫല വിഷയത്തിൽ സമവായ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമ്മ സംഘടന വ്യക്തമാക്കുന്നു. അശ്വിൻ പാലാഴി ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഈ ഏതോ തരത്തിലുള്ള ചില പരിഹാരങ്ങൾ നടക്കുന്നു എന്നൊക്കെയുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ പരിഹാരമാവുന്നില്ലെന്ന് മാത്രമല്ല, ആ പ്രശ്നം ഈ ഉമിത്തി പോലെ നീറി നിൽക്കുകയാണ് മേഖലയിൽ, അല്ലേ? തീർച്ചയായും ഹാഷ്മി, ഇന്ന് ആ പ്രശ്നത്തിനൊരു പരിഹാരം എന്നോണമാണ് 3 സംഘടനകൾ അവരുടെ നിർണായക യോഗങ്ങൾ കൊച്ചിയിൽ ചേരുന്നത്. അതിനിടെയാണ് അമ്മ താരസംഘടന ആ സമരത്തിന് പിന്തുണയ്ക്കാൻ ഞങ്ങളില്ല എന്നുള്ളൊരു നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപി, മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് അമ്മയുടെ ആസ്ഥാനത്ത് അല്പസമയം മുമ്പ് ഒരു യോഗം നടന്നത്. സുരേഷ് ഗോപിക്ക് യോഗത്തിൽ പങ്കെടുത്ത് അതിവേഗം ഡൽഹിക്ക് മടങ്ങേണ്ടതുകൊണ്ട് അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയ ശേഷം അല്പസമയം മുമ്പാണ് ആസ്ഥാനത്ത് നിന്ന് മടങ്ങിയത്. അതായത് അദ്ദേഹം പറഞ്ഞതും ഇതുതന്നെയാണ്, സിനിമാ സമരവുമായി നിലവിൽ താരസംഘടന യോജിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് അദ്ദേഹവും പറഞ്ഞു. അതിന് പിന്നാലെ ഏകകണ്ഠമായ ആ ഒരു തീരുമാനത്തെ സംഘടന പിന്തുണയ്ക്കുകയായിരുന്നു. നിലവിൽ കൊച്ചിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ താരങ്ങളും ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലും ഫിലിം ചേംബറിന്റെ യോഗത്തിലുമെല്ലാം തകൃതിയെ നടക്കുന്നതിനിടെയാണ് ആ സമരത്തിനൊരു ശക്തമായ തിരിച്ചടി എന്നോണം അമ്മയുടെ തീരുമാനം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ ഒരു വാർഷിക പൊതുയോഗം ഉണ്ടായിരുന്നു. അവരും ഡയറക്ടേഴ്സ് യൂണിയനും ഈ സമരത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് അവരുടെ വാർഷിക പൊതുയോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്. അതായത് സംവിധായകരുടെയും ഒപ്പം താരങ്ങളുടെയും പിന്തുണ ഈ സമരത്തിനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ശക്തമായ തിരിച്ചടി ഈ സമരവുമായി ബന്ധപ്പെട്ട് അതിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് നിലവിൽ ചേംബറിന്റെ ഒരു തീരുമാനം വരാനിരിക്കുന്നുണ്ട്. ഒപ്പം അതിന് പിന്നാലെ വൈകുന്നേരം നടക്കുന്ന നിർമ്മാതാക്കളുടെ യോഗത്തിൽ എന്താണ് അവിടെ അന്തിമ തീരുമാനം എന്നതിലും ഒരു വ്യക്തതയുണ്ടാകും. ഫെഫ്കയുടെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഫെഫ്ക സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതുകൂടി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അറിയും. എന്തായാലും ജൂൺ 1-നാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഭാവി എന്താകും എന്നുള്ളത് ഏറെക്കുറെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അറിയാനാകും. ഹാഷ്മി, അശ്വിൻ, ഏതെങ്കിലും തരത്തിലുള്ള സമവായ ചർച്ചകൾ, സമവായ നിർദ്ദേശങ്ങൾ, എന്താണ് ആലോചനകൾ നടക്കുന്നുണ്ടോ? ഈ അമ്മ സംഘടനയുടെ നിലപാട് ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ വ്യക്തമായതാണ്, നേരത്തെ അറിവുള്ളതാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെയൊക്കെ പരോക്ഷമായ ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കേട്ടതുമാണ്. ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുക എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയെ കൂടി ബാധിക്കുക എന്ന അർത്ഥം കൂടി അതിലുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ കൂടുതൽ അങ്ങ് എസ്കലേറ്റ് ചെയ്യാതെ ഒന്ന് പ്രശ്നം ഒരു രമ്യതയിൽ പരിഹരിക്കാൻ എന്തെങ്കിലും ആലോചന ഏതെങ്കിലും കോളിലുണ്ടോ അശ്വിൻ? ആലോചനകൾ ആദ്യം മുതൽ തന്നെ ഈ തർക്കം രൂക്ഷമായതിന് പിന്നാലെ തന്നെ രമ്യമായി പ്രശ്നം പരിഹരിക്കാനുള്ള ആലോചനകൾ പല കോണുകളിൽ നിന്ന് ഉയർന്നതാണ്. ആദ്യമായി പ്രശ്നം ഉന്നയിച്ച സുരേഷ് കുമാറുമായി മുതിർന്ന താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കം സംസാരിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ അദ്ദേഹം ഒരു നിമിഷത്തിൽ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ പരസ്യമായി തന്നെ സമരത്തെ പിന്തള്ളിക്കൊണ്ട് രംഗത്തെത്താൻ അമ്മ നിർബന്ധിതരായിരിക്കുന്നതും. എന്തായാലും ഇനിയിപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന വേതന പ്രശ്നമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. നിർമ്മാതാക്കൾക്ക് നിലവിൽ താരങ്ങൾ പറയുന്ന വേതനവുമായി മുന്നോട്ട് സിനിമയുമായി പോകാൻ കഴിയാത്ത അവസ്ഥ എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഒരു പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ് അമ്മയുടെ നിലപാട്. സമവായ ചർച്ചകൾ ഏത് വിധാനയും നടത്താം, പക്ഷേ സമരവുമായി മുന്നോട്ട് പോകുന്നതിനോട് ഒരു തരത്തിലും തങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഈ വേതന പ്രശ്നത്തിൽ ഏത് തരത്തിലുള്ള സമവായ ചർച്ച അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഇനി പ്രധാനമായി അറിയേണ്ടത്. ഇന്നിപ്പോൾ അമ്മയുടെ നിലപാട് സ്വാഭാവികമായും ഇന്നിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയും ഫിലിം ചേംബറിനെയും ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ എന്തായാലും അവസാന തീരുമാനം എന്നോണം ഇന്ന് തന്നെ ഒരു അന്തിമ തീരുമാനം എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും താരങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അവരുടെ എല്ലാം വ്യക്തമായ അഭിപ്രായങ്ങൾ, വിശദമായ അഭിപ്രായങ്ങളെല്ലാം ഈ യോഗത്തിൽ കൃത്യമായി തന്നെ അവർ കേൾക്കും. അതിനുശേഷം ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകും സമരത്തെ പിന്തള്ളിക്കൊണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വേതന പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്ന ചോദ്യം. അത് താരങ്ങൾ അത് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അത്ര അനുകൂല നിലപാടല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്തിരുന്നത്. ഈ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ തന്നെ അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അത് അവർ തീരുമാനിക്കേണ്ടതാണ് എന്നുള്ളൊരു നിലപാടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് അത്തരത്തിൽ ഈ വേതന ഏകീകരണവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതും ചോദ്യചിഹ്നമാണ്. എന്തായാലും അതിലൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതിലേക്കുള്ള ഒരു വഴിതെളിക്കലൊക്കെ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട 3 യോഗങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയതെന്ന് പറഞ്ഞാൽ ഈ താരങ്ങളുടെ ഓരോ താരങ്ങളും വാങ്ങുന്ന പ്രതിഫലത്തിന്റെ തുക എത്രയാണ്, എത്ര രൂപയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടും എന്നൊക്കെയുള്ള ചില സൂചനകൾ ചില കേന്ദ്രങ്ങളിൽ ചില കോണുകളിൽ നിന്നൊക്കെ കേട്ടിരുന്നു. എന്തായാലും ആ റിഫ്റ്റ് അങ്ങനെ പുറത്തുവിട്ടാൽ അതിന്റെ പ്രത്യാഘാതം നല്ലതാവില്ല എന്ന് വേറൊരു ക്യാമ്പിൽ നിന്നും കേട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള റിഫ്റ്റ് വല്ലാതെ കൂടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പരിഹാര ചർച്ചകൾ ഇതുവരെ വിജയം കണ്ടിട്ടുമില്ല.